എവരിവൺ, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇപ്പോഴും ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഡൗട്ട്സിനും ഞാൻ റിപ്ലൈ കൊടുത്തോണ്ടാണ് ഇരുന്നത്. അപ്പോൾ എനിക്ക് ഇന്നലെയും ഓൾറെഡി കമന്റ് വന്നിരുന്നു. ഞാൻ ഓരോരുത്തരുടേതായ രീതിയിലുള്ള ഡൗട്ട്സ് എടുത്തു വെച്ച് വായിച്ചതിന് ശേഷം അതിനുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. ഈഫ AS എന്നാണ് കളിക്കുന്ന കമന്റ് എന്ന് പറയുന്നത്. തോന്നുന്നു ആൾ ഒന്നുകിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഈ ഫീൽഡിലോട്ട് കയറിയിട്ടില്ല, ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയില്ല. അപ്പൊ എന്റെ ഇന്റർവ്യൂവിന് എന്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, അനസ്തീഷ്യ ടെക്നീഷ്യന്റെ റോൾ എന്താണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ സർജനെ അസിസ്റ്റ് ചെയ്യണമെന്നായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അനസ്തീഷ്യോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുന്നതാണ് അനസ്തീഷ്യ ടെക്നീഷ്യന്റെ റോൾ എന്നുള്ളത്. ഞാൻ പറഞ്ഞത് സർജനെ നമ്മൾ അസിസ്റ്റ് ചെയ്യണം, ഓപ്പറേഷൻ സമയത്ത് ഇൻസ്ട്രുമെന്റ്സ് എടുത്ത് കൊടുക്കണം, ഇതൊക്കെയാണ് നമ്മുടെ ജോലി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആ സമയത്ത് പോലും ആ ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന കുട്ടിയാണ് ഈ കുട്ടീന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതൊരു തെറ്റൊന്നുമല്ല. അപ്പോൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. പിന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, +2 കഴിഞ്ഞ് ഡിപ്ലോമ എടുത്താൽ ജോബ് കിട്ടുമോ, ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാൻ വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ് വേണോ? അബ്ദുൾ റസാഖ് ആണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡിപ്ലോമ കഴിഞ്ഞവർക്ക് യൂറോപ്പ് കൺട്രീസിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? പിന്നെ ചോദിച്ചതായിരുന്നു വീണ സുരേഷ്, IELTS അല്ലാതെ അബ്രോഡ് പോകാൻ വേറെ എന്താണ് ചെയ്യേണ്ടത്? ഡിപ്ലോമ OT ആൻഡ് AT പഠിച്ചവർ, ഇനിയുള്ള സ്റ്റുഡൻസ് അത് ചെയ്യരുത്. എനിക്കുൾപ്പെടെ പറ്റിയ മണ്ടത്തരം വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളെ ചൊറിയാൻ മാത്രമേ ഇവിടെ ആൾക്കാരുള്ളൂ. അനസ്തേഷ്യോളജിസ്റ്റ് ആയാലും സീനിയർ അനസ്തേഷ്യ ടെക്നീഷ്യൻ ആയാലും അവിടുത്തെ സ്റ്റാഫ് നേഴ്സ് ആയാലും എല്ലാവരും നമ്മളെ കൂടെ ഇട്ട് വട്ടമിട്ട് ചൊറിയാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. പക്ഷെ ഇതിൽ നിങ്ങൾ ആരും സാക്രിഫൈസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. പക്ഷെ തിയേറ്ററിനകത്ത് നിൽക്കുന്ന സ്റ്റാഫിനോടായാലും സ്റ്റുഡൻസിനോടായാലും ആണ് ചോദിക്കുന്നത്, കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാറുണ്ടോ, കറക്റ്റ് വെള്ളം കുടിക്കാറുണ്ടോ, പേഷ്യൻസിനെ ഹെൽത്തി ആയിട്ട് തിരിച്ച് ഹാപ്പി ആയിട്ട് വിടാം. അതിനകത്ത് നിൽക്കുന്ന ഹോസ്പിറ്റൽസിനകത്ത് നിൽക്കുന്ന സ്റ്റാഫിന്റെ ഹെൽത്ത് എന്താ? അത് ഹെൽത്ത് അല്ലേ? ഹായ് എവരിവൺ, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഞാൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി കോഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് കമന്റ്സ് വന്നു. ഇപ്പോഴും ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഡൗട്ട്സിനും ഞാൻ റിപ്ലൈ കൊടുത്തോണ്ടാണ് ഇരുന്നത്. അപ്പോൾ എനിക്ക് ഇന്നലെയും ഓൾറെഡി കമന്റ് വന്നിരുന്നു ഓരോ ഡൗട്ട്സ് ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാമെന്ന്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഓരോരുത്തരുടേതായ രീതിയിലുള്ള ഡൗട്ട്സ് എടുത്തു വെച്ച് വായിച്ചതിന് ശേഷം അതിനുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് നാളായിട്ട് ലീവാണ്. ലീവിലായതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് തന്നെ വീഡിയോ ചെയ്യുന്നത്, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നല്ല വീഡിയോ ചെയ്യുന്നത്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വീഡിയോസിലേക്ക് പോകാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് കമന്റ് ഇന്ന് രാവിലെ വന്ന കമന്റ് ആട്ടോ, അത് വായിച്ചുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. അയച്ചിരിക്കുന്നത് അലീഫ AS എന്നാണ്. കറക്റ്റ് നൈം ഇതാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. നമുക്ക് അയച്ചിരിക്കുന്ന കമന്റ് എന്ന് പറയുന്നത്, കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടി വരിക, ഒരു OT ആൻഡ് AT ടെക്നീഷ്യൻ എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയൂ. ലൈക്ക് ഇൻസ്ട്രുമെന്റ്സ് മാത്രം നോക്കിയാൽ മതിയോ, അതോ ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കാനുണ്ടോ? കൂടാതെ ആ സർജറി കഴിയുന്ന വരെ അസിസ്റ്റ് ചെയ്യണോ? സർജറി കഴിയുന്നവരെ ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യാൻ അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ആള് എനിക്ക് തോന്നുന്നു ആൾ ഒന്നുകിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഈ ഫീൽഡിലോട്ട് കയറിയിട്ടില്ല, ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അനസ്തീഷ്യ ടെക്നീഷ്യൻ ചെയ്യുന്നതെന്ന് പറയാം. അനസ്തീഷ്യോളജിസ്റ്റ്, അനസ്തീഷ്യ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുക എന്നതാണ് അനസ്തീഷ്യ ടെക്നീഷ്യന്റെ റോൾ എന്ന് പറയുന്നത്. അതിനകത്ത് ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നത്, നമുക്ക് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യേണ്ട, അതിനാണ് സർജിക്കൽ നേഴ്സസ് ഉള്ളത്. നമുക്ക് കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് വരും, അതായത് മാഗിൽ, ഫോർസെപ്സ്, അങ്ങനെയുള്ള കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് വരും. അത് നമ്മുടെ അനസ്തീഷ്യ സൈഡിന് വേണ്ടിയുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. നമ്മൾ അതൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ സർജിക്കൽ, അതായത് സ്ക്രബ് നേഴ്സിന്റെ സൈഡിലുള്ള ഇൻസ്ട്രുമെന്റ്സ് കുറച്ച് പേരൊക്കെ പഠിച്ചു വെക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, അത് നമ്മുടെ എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. പക്ഷെ എന്നാൽ നമ്മുടെ അനസ്തീഷ്യ ടെക്നീഷ്യൻ റോൾ എന്ന് പറയുന്നത് OTയിൽ വരിക, OTയുടെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും ചെക്ക് ചെയ്യുക. അതൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കുട്ടി ഇതിലോട്ട് കയറിയിട്ടില്ല. കയറുന്നതിന് മുന്നേ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഫീൽ ചെയ്തത് കൊണ്ട് ഞാൻ ഫസ്റ്റ് തൊട്ടേ അതിനെ പറ്റിയിട്ട് പറയാം.
ഈ ഡൗട്ട് എനിക്കുണ്ടായിരുന്ന ഒരു ഡൗട്ടായിരുന്നു. അതായത് എന്റെ അഡ്മിഷന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരു എൻട്രൻസ് എക്സാമും ഉണ്ടായിരുന്നു. അതായത് ആ കോളേജിലെ എൻട്രൻസ് എക്സാം പ്ലസ് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കഴിഞ്ഞവരെ ആയിരുന്നു അവിടെ സെലക്ട് ചെയ്തുകൊണ്ടേയിരുന്നത്. അപ്പൊ എന്റെ ഇന്റർവ്യൂവിന് എന്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, അനസ്തീഷ്യ ടെക്നീഷ്യന്റെ റോൾ എന്താണ്? ഞാൻ പറഞ്ഞത് നമ്മുടെ സർജനെ അസിസ്റ്റ് ചെയ്യണമെന്നായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അനസ്തീഷ്യോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുന്നതാണ് അനസ്തീഷ്യ ടെക്നീഷ്യന്റെ റോൾ എന്നുള്ളത്. ഞാൻ പറഞ്ഞത് സർജനെ നമ്മൾ അസിസ്റ്റ് ചെയ്യണം, ഓപ്പറേഷൻ സമയത്ത് ഇൻസ്ട്രുമെന്റ്സ് എടുത്ത് കൊടുക്കണം, ഇതൊക്കെയാണ് നമ്മുടെ ജോലി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആ സമയത്ത് പോലും ആ ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന കുട്ടിയാണ് ഈ കുട്ടീന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതൊരു തെറ്റൊന്നുമല്ല. ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. നമ്മൾ അനസ്തീഷ്യ ടെക്നീഷ്യന്റെ ജോലി എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുക, ആ ഓപ്പറേഷന് ഇൻറ്റുബേഷൻ എക്സ്റ്റുബേഷന് വേണ്ടിയുള്ള സാധനങ്ങൾ മാത്രം എടുത്തു വെക്കുക, അതാണ് നമ്മുടെ ജോലി. ഓക്കെ, ആ ഇൻറ്റുബേഷൻ എക്സ്റ്റുബേഷൻ സാധനങ്ങൾ എടുത്തു വെക്കുക എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് ജോലികളുണ്ട്. ഓക്കെ, അതായത് പേഷ്യന്റ് സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യുന്നില്ല. പേഷ്യന്റിന് സർജറി സമയത്ത് പെയിൻ ഇല്ലാതെ അവരെ മയക്കി കിടത്തുക എന്നതാണ് അനസ്തേഷ്യ ടെക്നീഷ്യന്റെയും അനസ്തേഷ്യ ഡോക്ടറിന്റെയും ജോലി. ഇത് അനസ്തേഷ്യ ഡോക്ടറാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്, നമ്മൾ അവരുടെ അസിസ്റ്റന്റ് ആണ്. ഓക്കെ, അതായത് ഫസ്റ്റ് OT വരിക. OT എല്ലാം OT ആ സർജറിക്ക് വേണ്ടിയുള്ള എല്ലാ എക്യുപ്മെന്റ്സ് ഉണ്ടോ എന്ന് നോക്കുക, അതെല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ദെൻ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ പേഷ്യന്റിനെ ഇൻറ്റുബേറ്റ് ചെയ്യുക. ഇൻറ്റുബേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റിനെ വെന്റിലേറ്റ് ചെയ്യുക എന്നതാണ്. പേഷ്യന്റിന് നമ്മൾ കുറച്ച് മെഡിക്കേഷൻസ് കൊടുക്കും. ഇത് ഞാൻ ഫസ്റ്റ് ആയിട്ട് ആ കുട്ടിക്ക് വേണ്ടി പറയുന്നതാണ്, അറിയുന്നവർക്ക് ഇത്രയും ബേസിക് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് മെഡിക്കേഷൻസ് കൊടുക്കും, അതായത് കുറച്ച് മെഡിസിൻസ് കൊടുക്കും. ആ മെഡിസിൻ കാരണം ആ പേഷ്യന്റ് മയങ്ങി പോവാണ് ചെയ്യുന്നത്. അതിന് മെയിൻ ആയിട്ട് വരുന്ന മെഡിസിൻ ആണ് പ്രൊപ്പഫോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് മയങ്ങിക്കഴിഞ്ഞാല് പേഷ്യന്റിന് ഫുൾ എല്ലാ കാര്യങ്ങളും നമ്മളാണ് ഇനി നോക്കേണ്ടത്. അതായത് പേഷ്യന്റ് സ്വന്തമായിട്ട് ഇനി ശ്വസിക്കില്ല. ആ ശ്വാസം, അതായത് ആ ഓക്സിജൻ കൊടുക്കേണ്ട ആൾക്കാർ നമ്മളാണ്. അതായത് അനസ്തീഷ്യോളജിസ്റ്റ് ആൻഡ് അനസ്തീഷ്യ ടെക്നീഷ്യന്റെ റെസ്പോൺസിബിൾ ആണ് ഈ ഓക്സിജൻ പേഷ്യന്റ് കൊടുക്കാം. സ്വന്തമായി പേഷ്യന്റ് വലിക്കില്ല, പേഷ്യന്റ് വേദന അറിയില്ല, പേഷ്യന്റ് ഒന്നും അറിയില്ല. ഓക്കെ, ഈ സമയത്ത് പേഷ്യന്റിനെ റെഡിയാക്കി പേഷ്യന്റിന് ഓക്സിജനും വേണ്ടതൊക്കെ കൊടുത്ത് മെഡിക്കേഷൻസും കണ്ടീഷൻസ് അനുസരിച്ച് മെഡിക്കേഷൻസും ഒക്കെ കൊടുത്ത് പേഷ്യന്റിനെ കിടത്തി സർജറി ആ സമയത്ത് ഫുൾ നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. നമ്മൾ സർജറി ഫീൽഡിൽ കയറി സർജറീസിനെ, അതായത് സർജറി ചെയ്യുന്ന ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യേണ്ട, അവരുടെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എടുത്ത് കൊടുക്കണ്ട, അവരുടെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് സെറ്റ് ചെയ്ത് വെക്കണ്ട. അതിനൊക്കെ സ്ക്രബ് നേഴ്സും ഫ്ലോർ നേഴ്സും എന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്കാരുണ്ട്. നമ്മുടെ ജോലിയല്ല അത്. ഓക്കെ, അപ്പൊ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, അതിന് വേറെ ആൾക്കാരുണ്ടാവും. ദെൻ അനസ്തീഷ്യ ടെക്നീഷ്യനിലേക്ക് പിന്നെയും വരാം. ഈ സർജറി സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യുന്നു. പേഷ്യന്റ് BP, പേഷ്യന്റ് ECG, പേഷ്യന്റ് ETCO2, പേഷ്യന്റ് ഔട്ട് ആവുന്നുണ്ടോ? അതായത് നമ്മൾ മസിൽ റിലാക്സന്റ് കൊടുത്ത് പേഷ്യന്റിനെ കിടത്തിയിരിക്കുകയാണ്. ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇത്ര ഡ്യൂറേഷൻ എഫക്റ്റേ ഉണ്ടാവുള്ളുന്നുണ്ട്. അതിന്റെ എഫക്റ്റ് കഴിയുമ്പോൾ പേഷ്യന്റ് ഉണരും. ഓക്കെ, നമ്മൾ ഉണർത്തരുത്, കാരണം സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് മസിൽ റിലാക്സന്റിന് നെക്സ്റ്റ് ഡോസേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ അനസ്തേഷ്യ ടെക്നീഷ്യൻ അല്ലെങ്കിൽ അനസ്തേഷ്യോളജിസ്റ്റ് ഇതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും, അതായത് പേഷ്യന്റിനെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ സർജറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള നമ്മുടെ ഡ്യൂട്ടി. ഓക്കെ, ദെൻ സർജറി കഴിഞ്ഞു എക്സ്റ്റുബേഷൻ ചെയ്യുക. എക്സ്റ്റുബേഷൻ എന്ന് ഈ പേഷ്യന്റ് സ്വന്തമായിട്ട് വലിക്കാതിരിക്കുമായിരുന്നല്ലോ, അപ്പൊ നമ്മളായിരുന്നല്ലോ ഓക്സിജൻ കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ ഇനി സ്വന്തമായിട്ട് പേഷ്യന്റ് വലിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് പേഷ്യന്റ് ഓക്സിജൻ എടുത്തു തുടങ്ങി, സ്വന്തമായിട്ട് പേഷ്യന്റ് വലിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റ് ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ കറക്റ്റ് ആവുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ നോർമലി OT അങ്ങനെ പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് ആ ഒരു വേർഡ് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ സ്വന്തമായിട്ട് പേഷ്യന്റ് എക്സ്പിരേഷൻ ആൻഡ് ഇൻസ്പിരേഷൻ ചെയ്ത് കഴിയുമ്പോൾ
നമുക്ക് പേഷ്യനെ എക്സ്റ്റിബേറ്റ് ചെയ്യാം. ഈ വേർഡ്സ് ഒക്കെ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ കോഴ്സിലോട്ട് കയറിയാൽ മാത്രമേ അതൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇപ്പൊ ഞാൻ ഈ ഫസ്റ്റ് കമന്റിന് വേണ്ടിയിട്ടുള്ള ഉത്തരമാണ് ഈ പറഞ്ഞത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കണമെന്നില്ല. അനസ്തേഷ്യ സൈഡും ഓപ്പറേഷൻ തിയേറ്റർ സൈഡ് ഉണ്ടെങ്കിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള കുറച്ച് എക്യുപ്മെന്റ്സ് ഉണ്ട്. ആ എക്യുപ്മെന്റ്സിന്റെ വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കേണ്ടി വരും. അതൊക്കെ കൂടെ നിന്ന് പഠിക്കുന്ന സമയത്ത് അതൊക്കെ ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഈ കോഴ്സിൽ കയറാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഇത് ആലോചിച്ച് കൂടുതലായിട്ട് ടെൻഷൻ ഒന്നും അടിക്കാൻ നിൽക്കേണ്ട കേട്ടോ. നമ്മുടെ ഇൻസ്ട്രുമെന്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേറെ നേഴ്സുമാരുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എനിക്ക് അലീഫ AS എന്ന് പറയുന്ന കുട്ടിയോട് പറയാനുള്ളത്. കറക്റ്റ് ഇതാണ് പേരെന്നാണ് തോന്നുന്നത്. പിന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, +2 കഴിഞ്ഞ് ഡിപ്ലോമ എടുത്താൽ ജോബ് കിട്ടുമോ ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാൻ വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ് വേണോ? അബ്ദുൾ റസാഖ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിന് മാക്സിമം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ ഡൗട്ട്സ് ഇപ്പോൾ ഈ വീഡിയോ വേറെ ആൾക്കാർ കാണുന്നുണ്ടാകാം, അവർക്ക് കൂടി വേണ്ടിയിട്ട് ഞാൻ പറയാം. ഞാൻ കൊടുത്ത റിപ്ലൈ എന്ന് പറയുന്നത് ജോബ് കിട്ടും, നമുക്ക് ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയാൽ ജോബ് കിട്ടും. പക്ഷെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിട്ടാനാണെങ്കിൽ PSC വേണം. അതായത് പെർമനന്റ് ആയിട്ട് കിട്ടാനാണെങ്കിൽ PSC വേണം. ടെമ്പററി ആയിട്ട് നമുക്ക് ട്രെയിനി ആയിട്ട് വേണമെങ്കിൽ കയറി നിൽക്കാം. ഓക്കെ, അപ്പം പക്ഷെ ട്രെയിനി ആയിട്ട് കയറി നിൽക്കണമെങ്കിൽ പോലും ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. പിന്നെ ബോണ്ട് വെച്ച് കയറുന്നതുണ്ട്, അതായത് ഇത്ര വർഷത്തേക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ വിളിക്കുന്നതുണ്ട്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, SITS, UT ഹോസ്പിറ്റൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ബോണ്ട് വെച്ച് വിളിക്കുന്നത്. അതായത് ഇത്ര വർഷത്തേക്ക് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് വഴി വിളിക്കുന്നതും ഉണ്ട്. അത് പക്ഷേ പെർമനന്റ് അല്ല, ടെമ്പററി ആണ്. ഒരു 2 ഇയർ 1 ഇയർ ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ഇറങ്ങണം. അപ്പൊ നമുക്ക് ചിലപ്പോൾ റിന്യൂ ചെയ്ത് കിട്ടും, ചിലപ്പോൾ റിന്യൂ ചെയ്ത് കിട്ടില്ല. അതിന് വലിയ ഉറപ്പുള്ള ഒരു കാര്യമല്ല കേട്ടോ അത്. അങ്ങനെയാണ് ഗവൺമെന്റ് സെക്ടറിലെ നമ്മുടെ കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഈയിടയ്ക്ക് ഒരു PSC ഉണ്ടായിരുന്നു, അതിന്റെ റിസൾട്ട് വന്നില്ല എന്ന് തോന്നുന്നു. അതിന്റെ റിസൾട്ട് വന്നാലും കുറച്ചേ ഉള്ളൂ വാക്കൻസി ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡിപ്ലോമ കഴിഞ്ഞവർക്ക് യൂറോപ്പ് കൺട്രീസിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? അത് സത്യത്തിൽ ഇപ്പോഴും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഒരു സൂപ്പർ സീനിയർ ഇപ്പൊ UK വർക്ക് ചെയ്യുന്നുണ്ട് അനസ്തീഷ്യ ടെക്നീഷ്യൻ ആയിട്ട്. ആള് ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം 2 ഇയർ ഡിസ്റ്റന്റ് ആയിട്ട് BSc എടുത്തിട്ട് അങ്ങനെ UK പോയ ഒരാളാണ്. അതോടൊപ്പം അതേ ബാച്ചിൽ ഒരു സൂപ്പർ സീനിയർ ഇപ്പോ IELTS പഠിക്കുന്നുണ്ട്. ആള് ഡിപ്ലോമയാണ്, BSc ഒന്നും എടുത്തിട്ടില്ല. IELTS പഠിക്കുന്നുണ്ട്. ആൾക്ക് അവിടെ കിട്ടുമോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ആൾക്ക് കിട്ടുവാണെങ്കിൽ എന്തായാലും ഡിപ്ലോമക്കാർക്കും പോകാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം തരാൻ സത്യം പറഞ്ഞാൽ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം അതിന് റിപ്ലൈ ചെയ്യാത്തത്. കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ പോരെ, നമുക്ക് അറിയില്ലാത്തത് അറിയില്ലെന്ന് പറയുന്നത് തന്നെയല്ലേ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. മുന്നേ ഡിപ്ലോമക്കാരെയും വിളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് എന്നാണ് പറവിടുന്നത്. പക്ഷെ ഇപ്പോ എന്താണെന്ന് അറിയില്ല. BScക്കാർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ട് വരുന്നത്. പിന്നെ അതോടൊപ്പം നമുക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കേരളത്തിൽ BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി എടുക്കുന്ന കോളേജസ് വളരെ കുറവാണ്. എൻ്റെ അറിവിൽ എറണാകുളം അമൃതയിൽ മാത്രമേ ഉള്ളൂ. ദെൻ ബാംഗ്ലൂരിൽ പോകണം നമുക്ക്, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോകണം നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ BSc കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇതിനൊരു ആൻസർ എന്ന് പറയുന്നത് ഐ തിങ്ക് BSc ആണ് പ്രയോറിറ്റി കൂടുതലെന്ന് തോന്നുന്നു. പക്ഷേ ഡിപ്ലോമക്കാര് IELTS പഠിക്കുന്നുണ്ട്. അതിൽ എത്ര പേര് പോയി, എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളെ ഉള്ളൂ, ആള് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ എന്തെങ്കിലും അപ്ഡേഷൻസ് വരുവാണെങ്കിൽ എന്തായാലും നിങ്ങൾ അറിയിക്കാം കേട്ടോ. പിന്നെ ചോദിച്ചതായിരുന്നു വീണ സുരേഷ്, IELTS അല്ലാതെ അബ്രോഡ് പോകാൻ വേറെ എന്താണ് ചെയ്യേണ്ടത്? ഡിപ്ലോമ OT ആൻഡ് AT പഠിച്ചവർ. അതിനും ഞാൻ മാക്സിമം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി കാണാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ഞാൻ അതിന് റിപ്ലൈ കൊടുത്തത് IELTS പാസ്സാകുക എന്നത് തന്നെയാണ് വേണ്ടത്. ഒരു ഏജൻസിയുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് അറിയാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. കാരണം കുറെ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് പലരിടത്തുനിന്നും ചോദിച്ച് അറിയുന്നതിനേക്കാളും നമുക്ക് അവിടെ പോകണമെന്ന് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏജൻസിയെ സംബന്ധിക്കുക. ഓക്കെ,
ഏജൻസിയിലേക്ക് പോവുക. ഏജൻസിയിൽ പോയി കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് റെഡിയാക്കാനാണ് ശ്രമിക്കേണ്ടത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് എല്ലാവർക്കും കുറച്ച് കുറച്ച് അറിവുകളേ ഉള്ളൂ സത്യം പറഞ്ഞാല്. ഞാൻ ചോദിക്കുന്നവരായാൽ പോലും ഞാനിപ്പോ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പലതും എനിക്കറിയില്ലെങ്കിൽ ഞാനത് എൻക്വയറി ചെയ്യാറുണ്ട്. പക്ഷെ ഏജൻസിയിലോട്ട് വിളിച്ചല്ല ഞാൻ എൻക്വയറി ചെയ്യുന്നത്. നമ്മുടേതായ ബാച്ച്മേറ്റ്സ്, നമ്മുടെ സീനിയേഴ്സ് ഇവരുടെ അടുത്തൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ പലർക്കും ഐഡിയാസ് കുറവാണ്. അപ്പൊ നിങ്ങൾ അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏജൻസി ആയിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും കൂടുതലും ബെറ്റർ ആയിട്ടുള്ള കാര്യം കേട്ടോ. പിന്നെ നിസാം നിസാർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആദ്യം എന്നെ ചോദിച്ചത് കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും ചോദിച്ചു, ഞാൻ ഇതിൽ തന്നെ റിപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും കൂടി അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചത് ഓപ്പർച്യൂണിറ്റി കുറവാണെന്ന് പറയുന്നു, വൺ ഹോസ്പിറ്റൽ, അതായത് ഒരു ഹോസ്പിറ്റലില് 2 പേരെയൊക്കെ എടുക്കുള്ളൂ എന്ന് അങ്ങനെയൊക്കെ പറയുന്നു, എന്താണ് കാര്യമെന്ന് ചോദിച്ചു. ഓക്കെ, നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ മണ്ടത്തരം ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളിപ്പം ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഇറങ്ങി എന്ന് വിചാരിക്കാം. ഇറങ്ങിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓരോ ഹോസ്പിറ്റൽസിൽ വിളിക്കും, ഇന്നടുത്ത് വാക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കും, അവിടുത്തെ മെയിൽ ഐ ഡി മേടിക്കും, CV അയക്കും, വെയിറ്റ് ചെയ്യും. ആര് വിളിക്കും, എപ്പോ വിളിക്കും, ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്താണ് നിൽക്കുന്നത്. ഇനിയുള്ള സ്റ്റുഡൻസ് അത് ചെയ്യരുത്. ഓക്കെ, എനിക്കുൾപ്പെടെ പറ്റിയ മണ്ടത്തരം വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ സാലറി നോക്കരുത്. ഫസ്റ്റ് കാര്യം, സാലറി നോക്കരുത്. ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലില് ട്രെയിനി ആയിട്ട് കയറുക. ഇപ്പൊ ഇന്റേൺഷിപ്പ് ഇന്നലെ തീർന്നെങ്കിൽ അടുത്ത ദിവസം തൊട്ട് ജോബിന് നിങ്ങൾ ശ്രമിച്ചോ, ജോബ് കിട്ടുന്നവര് അതിന് പൊക്കോ. ജോബ് കിട്ടാത്തവര് ലാഗ് ചെയ്യിപ്പിക്കാനോ ഡിലേ ചെയ്യിപ്പിക്കാനോ നിൽക്കാതെ അടുത്തുള്ള ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആയാലും മതി, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോവാ, അവിടെ എഴുതിയിടുക, അപേക്ഷ എഴുതിയിടുക. അവിടെ ട്രെയിനി വാക്കൻസി വരുമ്പോൾ നിങ്ങളെ വിളിക്കും. അത് ഇപ്പൊ 3 മാസത്തേക്ക് വേണമെങ്കിലും നിൽക്കാം, 6 മാസത്തേക്ക് വേണമെങ്കിലും നിൽക്കാം. നിങ്ങൾ എത്ര ടൈം പീരീഡ് നിന്നോ അത്രയും ടൈം പീരീഡിനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് എന്താ? നമുക്ക് ആ സമയത്ത് സാലറി ഉണ്ടാവില്ല കേട്ടോ. അത് മെയിൻ കാര്യമാണ്, സാലറി ഉണ്ടാവത്തില്ല. അതിനകത്ത് വരുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സാലറി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് വിഷമമായിരിക്കും. നമ്മുടെ കൂടെ ഉള്ള ബാച്ച്മേറ്റ്സിന് പലർക്കും പല ഹോസ്പിറ്റൽസും കിട്ടിയിട്ടുണ്ടാവും. അവർ സാലറി മേടിച്ച് ജോബ് ചെയ്യുന്നു, നമുക്കത് കിട്ടുന്നില്ല. അങ്ങനെയല്ല ആ സമയത്ത് ചിന്തിക്കേണ്ടത്. കുറച്ചുകൂടെ ബുദ്ധിപരമായി ചിന്തിച്ചാല് ഈ സാലറി ഇല്ലാതെ നമ്മൾ ഒരിടത്ത് കയറി നിൽക്കുവാണ്. നമ്മൾ അവിടെ കയറി നിന്നുകൊണ്ട് നമ്മൾ CV ഇട്ട് തുടങ്ങുക. അവിടെ കയറി നിന്നുകൊണ്ട് നമ്മൾ ഓരോ ഹോസ്പിറ്റൽസ് CV ഇടുക. എവിടെയെങ്കിലും നമ്മളെ വിളിച്ചു എന്ന് വിചാരിക്കുക. ഇന്റർവ്യൂവിന് പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയേണ്ടി വരില്ല, ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് 8-9 മാസം കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ അതൊരു ഗ്യാപ്പാണ്. അവർ ആ ഗ്യാപ്പിന് പ്രയോറിറ്റി കൊടുക്കുള്ളൂ. അപ്പൊ ഗ്യാപ്പ് ഇല്ലാതെ വേറൊരു കുട്ടി വരുവാണ്, പക്ഷെ ആ കുട്ടിക്ക് സാലറി ഒന്നുമില്ല, ഒരു ഹോസ്പിറ്റലിൽ ട്രെയിനി ആയിട്ട് നിൽപ്പുണ്ട്, ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് വെറുതെ നിന്നില്ല. അപ്പോൾ അത് എക്സ്പീരിയൻസ് ആണ്. ട്രെയിനി ആണ്, നമുക്ക് സാലറി ഇല്ലെങ്കിലും അത് നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കിയിട്ട് നമുക്ക് ആ ഹോസ്പിറ്റലിൽ പ്രയോറിറ്റി വരും. അങ്ങനെ നമുക്ക് ജോബിന് കയറാം. അങ്ങനെ ഒരു മണ്ടത്തരം ആരും കാണിക്കരുത്. ഞാൻ കാണിച്ച മണ്ടത്തരം അതായിരുന്നു. ജോബ് കഴിഞ്ഞിട്ട് പലയിടത്തും എന്റെ ബാച്ച്മാറ്റിൽ തന്നെ പലരും വിത്തൗട്ട് സാലറി കുറച്ച് ട്രെയിനി ആയിട്ട് കയറി നിന്നിട്ടുണ്ടായിരുന്നു. അവര് അവിടെ ട്രെയിനി ആയിട്ട് കയറി നിന്നുകൊണ്ട് തന്നെ വേറെ CV ഇട്ടു, നെക്സ്റ്റ് ഹോസ്പിറ്റൽസിലോട്ട് കയറി. പക്ഷെ ഞാൻ എപ്പോഴും വെയിറ്റിംഗാ എവിടെയെങ്കിലും ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു മണ്ടത്തരം ചെയ്യാതെ ഞാനും ഉടനെ ഒരിടത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ട്രെയിനി ആയിട്ട് കയറി. അവിടെ ഞാൻ നിന്നുകൊണ്ട് തന്നെ CV ഇട്ട് തുടങ്ങി. പക്ഷെ എൻ്റെ എൻ്റെ 7-8 മാസം പോയിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ട് തന്നെ. പക്ഷെ ട്രെയിനി ആയിട്ട് കയറിയോണ്ട് നമുക്ക് വേറെ പ്രശ്നമില്ല. ട്രെയിനി ആയിട്ട് കയറി അവിടെ ഒരു 7 to 8 months നിന്നപ്പോഴേക്കും എനിക്ക് മറ്റൊരിടത്ത് ജോലി കിട്ടി. പിന്നെ ഞാൻ അവിടോട്ട് മാറി. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പൊ നമ്മള് സാലറി ബാക്കിയുള്ളവര് അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാല് നമുക്ക് ജോബ് കിട്ടാൻ ചിലപ്പോൾ പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. പിന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ കൂടുതലും നോക്കുക. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പേഴ്സണൽ ആയിട്ട് പറയാം. നമുക്ക് എവിടെ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് വേണ്ട ഒരു സാധനം
സമാധാനമാണ്. ആ സമാധാനവും സന്തോഷവും ആ വർക്ക് ചെയ്യുന്നിടത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം, നമ്മൾ നിൽക്കുന്നിടം നെഗറ്റീവ് എൻവയോൺമെന്റ് ആണ്, അല്ലെങ്കിൽ നമ്മളെ ചൊറിയാൻ മാത്രമേ ഇവിടെ ആൾക്കാരുള്ളൂ. അനസ്തേഷ്യോളജിസ്റ്റ് ആയാലും സീനിയർ അനസ്തേഷ്യ ടെക്നീഷ്യൻ ആയാലും അവിടുത്തെ സ്റ്റാഫ് നേഴ്സ് ആയാലും എല്ലാവരും നമ്മളെ കൂടെ ഇട്ട് വട്ടമിട്ട് ചൊറിയാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അവിടെ ഒരു സമാധാനം കിട്ടില്ല. അങ്ങനെയുള്ളിടത്ത് നിൽക്കാൻ ഞാൻ നിങ്ങളടുത്ത് ഒരിക്കലും പറയില്ല കേട്ടോ. അത് ഓപ്പൺ ആയിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. പലരും സ്ട്രെസ്ഡ് ആണ് ഈ ഒരു ഫീൽഡില്. എനിക്കറിയാം, ഈ വീഡിയോ കഴിയുമ്പോൾ ഈ വീഡിയോയുടെ കമന്റിൽ സ്ട്രെസ്ഡ് ആയിട്ടുള്ളവരൊക്കെ വന്ന് കമന്റ് ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പഠിക്കുന്ന സ്റ്റുഡൻസ് ഉൾപ്പെടെ സ്ട്രെസ്ഡ് ആയിട്ടുള്ളവർ ഉണ്ട്. മെഡിക്കൽ പ്രൊഫഷണൽ എന്ന് പറയുന്നത് തന്നെ ഏറെക്കുറെ നമ്മുടെ സാക്രിഫൈസ് ആണ്. നമ്മുടെ ലൈഫും നമ്മുടെ ഫാമിലി ഫങ്ഷൻസും നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ മെഡിക്കൽ പ്രൊഫഷനിൽ നിൽക്കുന്നത്. പക്ഷെ ഇതിൽ നിങ്ങൾ ആരും സാക്രിഫൈസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഹെൽത്ത് വിട്ടൊരു കളി കളിക്കരുത്. എനിക്കുൾപ്പെടെ തെറ്റുപറ്റിയ കുറെ കാര്യങ്ങളും അതോടൊപ്പം ഒരു എക്സാമ്പിളും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ബാക്കി എന്ത് സ്കിപ്പ് ചെയ്ത് വേണം പോക്കോ, പക്ഷെ ഈ കാര്യം കേൾക്കണം. ഇത് നിർബന്ധമായിട്ടും കേൾക്കണം. ഫസ്റ്റ് വൺ, വെള്ളം കുടിക്കുന്നതും ആഹാരം കഴിക്കുന്നതും. ഞാൻ പേഴ്സണലി നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, നിങ്ങൾ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാറുണ്ടോ? ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നിൽക്കുന്ന സ്റ്റാഫിനോടായാലും സ്റ്റുഡൻസിനോടായാലും ആണ് ചോദിക്കുന്നത്. കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാറുണ്ടോ? കറക്റ്റ് വെള്ളം കുടിക്കാറുണ്ടോ? നമ്മൾ എന്തിനാ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്? ബാക്കി ആൾക്കാരുടെ, അതായത് നമ്മുടെ കൂടെ വരുന്ന പേഷ്യൻസിനെ ഹെൽത്തി ആയിട്ട് തിരിച്ച് ഹാപ്പി ആയിട്ട് വിടാം. അതിനകത്ത് നിൽക്കുന്ന ഹോസ്പിറ്റൽസിനകത്ത് നിൽക്കുന്ന സ്റ്റാഫിന്റെ ഹെൽത്ത് എന്താ? അത് ഹെൽത്ത് അല്ലേ? അതും ഹെൽത്ത് ആണ്. എക്സാമ്പിൾ പറയാം. അതായത് കറക്റ്റ് സമയത്ത് ഇപ്പൊ ഫുഡ് കഴിക്കുന്ന ആൾക്കാർ, ഇപ്പൊ ഒരു സ്റ്റാഫ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഉണ്ടെന്ന് വിചാരിച്ചോ, ആ സ്റ്റാഫിനെ പറ്റി കുറ്റം പറയുന്ന ബാക്കി സ്റ്റാഫുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മുന്നേ നിന്നെടുത്ത് ഒരു എക്സ്പീരിയൻസ് പറയാം. മുന്നേ നിന്നെടുത്ത് ഒരു ചേച്ചി, ആ ചേച്ചി കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാൻ പോകും. രാവിലെ ആയാലും ഉച്ചയ്ക്ക് കറക്റ്റ് 12 മണിക്ക് ചേച്ചി പോവും, ഫുഡ് കഴിക്കും വരും. അത് ഇൻറ്റുബേഷൻ ആവട്ടെ എക്സ്റ്റുബേഷൻ ആവട്ടെ എന്ത് തിരക്കാവട്ടെ, ചേച്ചി പോവും, ഫുഡ് കഴിക്കും, തിരിച്ചു വരും. ആ സമയത്ത് മാനേജ് ചെയ്യാൻ വേറൊരാളെ നിർത്തും. അങ്ങനെയാണ് ആ ചേച്ചി ചെയ്യുന്നത്. അതുപോലെ വൈകിട്ട് കറക്റ്റ് സമയത്ത് ചായ കുടിക്കും, സ്നാക്സ് കഴിക്കും, കറക്റ്റ് വെള്ളം കുടിക്കും, എല്ലാം ചെയ്യും. അപ്പൊ ബാക്കിയുള്ള അവിടുത്തെ സ്റ്റാഫുകൾ എന്താ പറയുന്നതെന്ന് അറിയും? നമ്മൾ ഇവിടെ തിന്നാതെയും കുടിക്കാതെയും ഒക്കെ ഈ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കും, ആ കുട്ടി പോയി കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുന്നു. എന്താ മെഡിക്കൽ സെക്ടറിൽ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആ ചേച്ചിയുടെ ഹെൽത്തും ആ ചേച്ചിയുടെ കാര്യങ്ങളും നോക്കേണ്ടത് ആ ചേച്ചി തന്നെയാണ്, വേറെ ആരുമില്ല. ആ ചേച്ചിക്ക് ഒരു ഹെൽത്തിന് മോശമായിട്ട് ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നവരാരും ആ ചേച്ചി ഹെൽപ്പ് ചെയ്യാനും പോവില്ല. ശരിയല്ലേ? അതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട്, ഡോക്ടേഴ്സ് ആയാൽ പോലും പല ടെക്നീഷ്യൻസും 6ഉം 7ഉം മണിക്കൂറും ഒക്കെ കേസിന് നിൽക്കുമ്പോഴും ഫുഡ് കഴിക്കാൻ പറഞ്ഞു വിടാത്തവരും വെള്ളം കുടിക്കാൻ പറഞ്ഞു വിടാത്തവര് ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടില്. ഞാൻ ഇന്ന ആളെ എടുത്ത് പറയുന്നതോ ഞാൻ വർക്ക് ചെയ്യുന്നിടത്തുള്ള കാര്യമല്ല പറയുന്നത്. ഞാൻ മുന്നേ വർക്ക് ചെയ്തെടുത്ത് ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ എനിക്ക് ആ ചേച്ചിയുടെ അടുത്ത് ഈ ബാക്കിയുള്ള എല്ലാവരും നമുക്കൊരു നെഗറ്റീവ്സ് ആണ് തരുന്നത്. ഇത്രയും നമ്മൾ ഇവിടുന്ന് കഷ്ടപ്പെടുന്നു, ആ ചേച്ചി പോയി ഫുഡ് കഴിക്കുന്നു. നമ്മുടെ മൈൻഡിലും അങ്ങനെ ഒരു സാധനമാണ് വരുന്നത്. പക്ഷെ അങ്ങനെയല്ല വരേണ്ടത്. ആ ചേച്ചി ചെയ്തതാണ് ശരിയെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാല് ഹെൽത്ത് ആണ്. ഈ ഹെൽത്ത് ഉണ്ടെങ്കിൽ ഇവിടെ വർക്ക് ചെയ്തിട്ടും കാര്യമുള്ളൂ, എക്സ്പീരിയൻസ് എടുത്തിട്ടും കാര്യമുള്ളൂ. ഹെൽത്ത് ഇല്ലാതെ നമുക്ക് 2 വർഷത്തെ കഷ്ടപ്പെട്ട് പട്ടിപ്പണിയെടുത്ത് എക്സ്പീരിയൻസ് ഒക്കെ എടുത്ത് പുറത്തു പോകാൻ നിൽക്കുമ്പോഴേക്കും 2 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഹെൽത്ത് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് മെഡിക്കൽ പ്രൊഫഷണൽസ് ബാക്കിയുള്ളവരുടെ, അതായത് പേഷ്യൻസിന്റെ ഹെൽത്ത് നോക്കുന്നത് പോലെ തന്നെ സ്റ്റാഫിന്റെ ഹെൽത്ത് നോക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഹെൽത്തും കൂടെ നോക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പേഷ്യന്റ് ഹെൽത്ത് നോക്കേണ്ടത്. അല്ലാതെ നമ്മൾ വെള്ളം കുടിക്കാതെ പട്ടിണിയും കിടന്ന് അങ്ങനെയല്ല പേഷ്യൻസിനെ നോക്കേണ്ടത്. നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളെയും കൂടെ നോക്കാനുള്ള കഴിവുണ്ടാവുള്ളൂ. അതെല്ലാവരും മനസ്സിലാക്കുക. ഇത് ഞാൻ ആരോടും ഉള്ള ഒരു ദേഷ്യമോ വൈരാഗ്യമോ തീർക്കാൻ വേണ്ടി പറയുന്നതല്ല, നിങ്ങളോട് പറയുന്നതാണ്. നിങ്ങൾ ഇപ്പൊ എന്റെ വീഡിയോസ് കാണുന്നത് കൂടുതലും അനസ്തേഷ്യ സ്റ്റുഡൻസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഞാൻ അങ്ങനത്തെ ഉള്ള വീഡിയോസ് മാത്രം, സ്റ്റഡി വീഡിയോസ് മാത്രം ഇടുന്ന ഒരു ചാനലാണ് എൻ്റെത്.
അപ്പൊ വേറെ എന്റർടൈൻമെന്റ് പർപ്പസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വേറെ ആരും ഇത് കാണാറില്ല. അതുകൊണ്ടാണ് ഹെൽത്ത് പ്രൊഫഷണൽസിനോട് ഞാൻ പേഴ്സണൽ ആയിട്ട് സംസാരിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ഹെൽത്ത് നോക്കാം, കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കുക, കറക്റ്റ് സമയത്ത് വെള്ളം കുടിക്കുക. അത് നിങ്ങൾ ചെയ്തേ പറ്റും. നിങ്ങൾ ഞാൻ ഈ സമയത്ത് ഫുഡ് കഴിക്കാൻ പോയാൽ അവരെന്ത് ചെയ്യും, ഈ കേസിന് എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഡോക്ടേഴ്സിന്റെ അടുത്ത് പറയാ, എനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞ് പോയി ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ചെയ്താൽ മതി. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഞാൻ പല സമയത്ത് ഞാൻ സ്റ്റുഡന്റ് പീരീഡിലൊക്കെ എന്താ പറയാ, വെള്ളം എന്ന് പറയുന്ന സാധനം കുടിക്കാണ്ട് മണിക്കൂറോളം കുടിക്കാണ്ട് നിന്നിട്ട് തൊണ്ടയൊക്കെ വരണ്ട്, എന്നിട്ടും പോയി കുടിക്കാൻ ഒന്ന് വെള്ളം കുടിച്ചോട്ടെ എന്ന് ചോദിക്കാൻ പേടിയാ. അപ്പൊ കൂട്ടുകാരടുത്ത് നമ്മളിങ്ങനെ പറയും, ഒന്ന് വെള്ളം കുടിച്ചാൽ മതി, തൊണ്ടൊന്ന് വരണ്ടു പോകുന്നു, ഇങ്ങനെയെങ്കിലും ഒന്ന് വെള്ളം കുടിച്ചു. അങ്ങനെ ഒന്ന് വെള്ളം പോയി ലോഞ്ചിൽ പോയി കുടിക്കാൻ ടൈം കിട്ടുന്നില്ല. നമ്മൾ എന്തിനാ അങ്ങനെ വർക്ക് ചെയ്യുന്നത്? വെള്ളം കുടിക്കാതിരുന്നുള്ള പ്രശ്നം നമുക്കറിയില്ലേ? നമ്മൾ പഠിക്കുന്നത് എന്താണ്, മെഡിക്കലി ഇന്ന അസുഖത്തിന്റെ കാരണങ്ങൾ ഇന്നതാണ്, ഇന്നതൊക്കെ ചെയ്തില്ലെങ്കിൽ ഇന്ന അസുഖം വരും, എല്ലാം നമുക്കറിയാം. എന്നിട്ട് നമ്മളത് ചെയ്യുന്നുണ്ടോ? ഇല്ല, സത്യം പറഞ്ഞാൽ ഇല്ല. അപ്പൊ ഞാൻ ഇന്ന് കമന്റ് സെക്ഷൻസിന്റെ ഓരോ കമന്റ്സ് പറയാൻ വേണ്ടി വന്നതാണ്. എന്റെ ട്രാക്ക് മൊത്തത്തിൽ മാറി ഇപ്പോ. ഓക്കെ, നമുക്ക് കമന്റ്സിലേക്ക് തന്നെ പോവാട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് നെഗറ്റീവ് കമന്റ്സ് ഇടണമെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് ഇടാം. ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് തന്നെ നിങ്ങൾക്ക് പറയാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാനും ഞാൻ ഓക്കെയാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയുടെ ലിങ്ക് നല്ല രീതിയിൽ കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് കമന്റ്സ് ഉണ്ട്, എല്ലാത്തിനും ഉത്തരം പറയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ലെങ്ത് കൂടുതലായതുകൊണ്ട് മിക്കവാറും പലരും സ്കിപ്പ് ചെയ്ത് തന്നെ പോകുമെന്നാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളടുത്ത് പറഞ്ഞു തരാം, സിക്ക് ലീവിന്റെ ഒരു കാര്യം. പല ആൾക്കാരും കള്ളം പറഞ്ഞ് സിക്ക് ലീവ് എടുക്കുന്നവരുണ്ട്. അവരോട് എനിക്ക് സത്യം പറഞ്ഞാൽ സഹതാപേ ഉള്ളൂ. പല ആൾക്കാരും സിക്ക് ലീവ് എടുക്കുന്നത് ഒന്ന് റിലീഫിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാ, സ്ട്രെസ്സിൽ നിന്നും ബ്രേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പല ആൾക്കാരും സിക്ക് ലീവ് എടുക്കുന്നത് തന്നെ. ചില ആൾക്കാർക്ക് സിക്ക് വന്ന് അത് എന്താ പറയാ, സത്യമായ രീതിയിലുള്ള സിക്കായിരിക്കും. പല ആൾക്കാരും സിക്ക് ലീവ് കള്ളമായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. പേഴ്സണലി എനിക്ക് അറിയാന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത്. കാരണം അവർക്കൊരു ബ്രേക്ക് വേണം. ദേ നീഡ് എ സ്ട്രെസ് റിലീഫ്. അത് മാത്രം അവർ ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്തിനാ ഇത്രയും സ്ട്രെസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ലൈഫില് ഏറെക്കുറെ ഒരു 20 to 25 അല്ലെങ്കിൽ 20 to 30 ഏജ് എന്ന് പറയുന്നത് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ഒരു സമയമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് ആ ഏജിലാണെന്ന് ഞാൻ പറയുള്ളൂ. ആ ഒരു ഏജിൽ സ്ട്രെസ് അനുഭവിക്കാത്തവർ വളരെ കുറവാണ്, പ്രത്യേകിച്ച് മെഡിക്കലി എടുത്തവരാണെങ്കിൽ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇത് എടുക്കണ്ട, ഇത്രയും സ്ട്രെസ് അല്ലേ? പക്ഷെ അങ്ങനല്ല. നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാര് നല്ല ആൾക്കാരാണ്, പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാ, ഭയങ്കര രസമായിട്ട് പോവും നമ്മുടെ എന്താ പറയാ, നമ്മുടെ ആ വർക്ക് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അതേപോലെ ആ ആൾക്കാരെല്ലാരും നെഗറ്റീവ് ആണെങ്കിൽ കഥം, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് വന്നൊരു കമന്റ് ആണ് കേട്ടോ. ഞാൻ ഡിപ്ലോമ ഇൻ OT ആൻഡ് AT ആണ്, എക്സ്പീരിയൻസ് 2 ഇയർ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകാൻ ഇനി ഇഷ്യൂസ് ഉണ്ടാകുമോ? ഒരു പ്രശ്നവുമില്ല. 2 ഇയർ ഒരിടത്ത് തന്നെ, അതായത് ഒരേ ഹോസ്പിറ്റലിൽ തന്നെ 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാക്സിമം ഇനി നാട്ടിൽ നിൽക്കാൻ ശ്രമിക്കണ്ട. പെട്ടെന്ന് DHAയോ MOHോ IELTS എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടാണ് പോകാൻ ഇഷ്ടം അതിനുള്ള പരിപാടികൾ തുടങ്ങിക്കോ, ഇവിടെ നിന്ന് പൊക്കോ. ഓക്കെ, അത്രേ പറയാനുള്ളൂ. പിന്നെ ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് ആർദ്ര എന്നാട്ടോ പേര്. മാം, എനിക്ക് ഡിഗ്രി ഉണ്ട്, ഇപ്പോൾ DOT-AT കോഴ്സ് ജോയിൻ ചെയ്തു LBSന്റെ അണ്ടറിൽ. സോ ഞാൻ ഇനി BSc അനസ്തേഷ്യ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഓൾറെഡി ആ കുട്ടിക്ക് ഒരു ഡിഗ്രി ഉണ്ടെന്നാണ് പറയുന്നത്. അത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള BA MA BSc മാത്സ് BSc ഇംഗ്ലീഷ് BA ഇംഗ്ലീഷ് അങ്ങനെ കുറച്ച് ഡിഗ്രി നമ്മുടെ കോളേജസിലെ ഡിഗ്രി ആയിരിക്കും. അത് പ്ലസ് ഇത് സത്യം പറഞ്ഞാൽ വാലിഡ് ആവോ എന്നുള്ളത് എനിക്കറിയില്ല. കുറച്ച് നാൾക്ക് മുന്നേ അത് ഓക്കെ ആയിരുന്നു. അതായത് ഒരു ഡിഗ്രിയും കൂടെ ഉണ്ട്, എന്നാ പിന്നെ ഡിപ്ലോമ അത് കൂടെ ഉണ്ടെങ്കിൽ പുറത്തു പോകാൻ ഓക്കെ ആയിരുന്നു. ഇപ്പൊ ഒരുപാട് കണ്ടീഷൻസ് മാറി. ആ കണ്ടീഷൻസ് ഒന്നും എനിക്കിപ്പോ കറക്റ്റ് ആയിട്ട് അറിയില്ല. അതാണ് ഇപ്പോഴത്തെ വിഷയം. അതുകൊണ്ട് ഈ കറക്റ്റ് ആയിട്ട് അറിയാത്ത കാര്യങ്ങൾ ഞാൻ എന്തായാലും പറയാൻ നിൽക്കുന്നില്ല കേട്ടോ. പിന്നെ ചോദിച്ചത് DHA എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഏജൻസി വഴി നമുക്ക്
UAE പോകാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. DHA എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഏജൻസി വഴിയും പോകാം, അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ എടുത്ത് പോയി അവിടെ പോയി അത് കുറച്ച് കഷ്ടപ്പാട്. അവിടെ ആരെങ്കിലും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലി നമുക്ക് കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ നോക്കണമല്ലോ, നമ്മുടെ ഡെയിലി എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പൊ വിസിറ്റിംഗ് വിസയിൽ പോയതിന് ശേഷം ജോബ് കണ്ടെത്തുന്നവരുണ്ട്, അതോടൊപ്പം ഏജൻസി വഴി ജോബ് സെറ്റ് ചെയ്ത് പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെ പോകാം. ഓക്കെ, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഡിപ്ലോമക്കാരോടാണ്. അതായത് ഡിപ്ലോമക്കാർക്ക് അറിയാം, നിങ്ങൾക്ക് കൂടുതലും പ്രാക്ടിക്കൽ സെക്ഷൻസ് ആയിരിക്കും, തിയറീസ് കുറവായിരിക്കും. അപ്പൊ തിയറി എന്ന് പറയുന്നത്, ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഒരു 3 month മാത്രമേ എനിക്ക് കോളേജിൽ തിയറി ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫുൾ OTയിലെ പ്രാക്ടിക്കൽ സെക്ഷൻസ് ആയിരുന്നു. എക്സാം സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് നോക്കി പഠിച്ച് പോയിന്റ്സ് എഴുതി, ഒരു 5 മാർക്കിന് എത്രത്തോളം പോയിന്റ്സ് വേണം അതൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ട് എഴുതി കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് പഠിച്ച് അങ്ങനെ എക്സാം എഴുതിയവരാണ് കൂടുതലും. ഇപ്പോഴും അങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവും വിശ്വാസവും. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാം. അപ്പൊ ഞാൻ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന പോയിന്റ്സിനെയാണ് നിങ്ങൾക്ക് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് ടൈം എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് ആൾക്കാർ പറഞ്ഞു, ഞാൻ ഒരു സെന്റൻസ് പറഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പം നിങ്ങളൊക്കെ മെഡിക്കൽ പ്രൊഫഷണൽസ് അല്ലേ, ഇത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണോ? നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് വായിച്ച് അങ്ങ് വിട്ടാ പോരെ, എന്തിനാ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷണൽസ് അല്ലേ, ഒരു LKG സ്റ്റുഡന്റിനെ പഠിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നൊക്കെ ഉള്ളൊരു വാക്ക് ഞാൻ കേട്ടു. അപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി ഒരു കമന്റ് സെക്ഷൻ പറയണം കേട്ടോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതലാണോ, അതായത് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് പറയാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാലോ. എനിക്ക് അതാണ് ഇഷ്ടം. ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ടൈം ഒരുപാട് എടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ ഇന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ അത് ഒന്നുകൂടി മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കാരണം എൻ്റെ ആ ഒരു ടൈമിൽ എനിക്ക് അങ്ങനെ എക്സ്പ്ലനേഷൻ കിട്ടി പഠിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് വേണ്ട എന്നുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇനി നെക്സ്റ്റ് ടോപ്പിക്സ് ഒക്കെ എന്ന് പറയുന്നത് ആ രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. OT നിന്നിപ്പോ വീഡിയോ ഇടാത്തതിന്റെ കാര്യം എന്ന് പറയുന്നത്, വീട്ടിലാണ്, കുറച്ച് നാളായിട്ട് ലീവാണ്, കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ആയിട്ട് ലീവിലാണ്. അതുകൊണ്ടാണ്. പിന്നെ കുറേയേറെ കമന്റ്സ് വന്നത് കൊണ്ടാണ് പിന്നെ വീട്ടിൽ ഇരുന്ന് തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൽ നിങ്ങളുടെ കമന്റ് സെക്ഷൻസ്, നിങ്ങളുടെ സ്ട്രെസ്, നിങ്ങളുടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് കമന്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാം. അപ്പൊ ഞാൻ എന്തായാലും എല്ലാവർക്കും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. ഒരുപാട് കമന്റ്സ് വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഫുൾ കമന്റ്സ് ഞാൻ വായിച്ചു തീർന്നോന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. ഒരുപാട് വീഡിയോ ലെങ്ത് ആയതുകൊണ്ടാണ് ഞാനിപ്പോ നിർത്തുന്നത്. നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. മാക്സിമം ഡിലേ ആക്കാതെ എല്ലാ ടോപ്പിക്സും ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഹെൽത്തിനും നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ സമാധാനത്തിനും പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം. നിങ്ങൾക്ക് എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഇനി എടുത്ത് തരേണ്ടത് എന്നുള്ളതും കൂടെ കമന്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തരാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.